എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആക്ച്വലി കഴിഞ്ഞ ബ്രെൻഫോർഡിനോട് തോറ്റ മത്സരത്തിന് ശേഷം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് തോറ്റത് കൊണ്ട് ചെയ്യാതിരുന്നതല്ല. ഇതിപ്പം തോൽവി ഇങ്ങനെ ശീലമായതുകൊണ്ട് എല്ലാ വീഡിയോസിലും ഇങ്ങനെ വരുന്ന ലിവർപൂൾ തോറ്റു എന്ന് പറയാൻ മടിയായത് കൊണ്ടല്ല ഞാൻ ചെയ്യാതിരുന്നത്. ആക്ച്വലി ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. ഞാൻ ഗോൾഡ് കോസ്റ്റിൽ വീക്കെൻഡ് എല്ലാം ആയതുകൊണ്ട് ആ ദീപാവലിയിലെ കുറച്ച് സെലിബ്രേഷനിലുണ്ടായതുകൊണ്ട് അവിടത്തേക്ക് പോയതാണ്. അപ്പം ഗോൾഡ് കോസ്റ്റിലെല്ലാം പോയിട്ട് കുറച്ച് ടൈമെല്ലാം ചിലവഴിച്ച് കളി കണ്ടിരുന്നു. പക്ഷേ വീഡിയോ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായില്ല. പിന്നെ തിരിച്ച് വന്നിട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ട് പിന്നെ അത് ഇടേണ്ട ഒരു കാര്യം ഇല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ ഈ ഒരു മത്സരം 7 കളിയിൽ 6 തോൽവി. അപ്പോൾ ഇനി വരാൻ പോകുന്നത് ആസ്റ്റൺ വില്ല, റയൽ മാഡ്രിഡ്, മാഞ്ചസ്റ്റർ സിറ്റി. മിക്കവാറും ഇനി ഈ ഒരു 3 മത്സരം കൂടി, ഇന്നലത്തെ മത്സരത്തിൽ ഏകദേശം എല്ലാ പ്ലെയേഴ്സിനെയും നമ്മളെ ഫസ്റ്റ് 11 ഏകദേശം ഒരു 9-10 പ്ലെയേഴ്സിനെ പുറത്തിരുത്തിയിട്ടാണ് ലൈനപ്പ് ഇട്ടത്. ശരിക്കും കറബാവോ കപ്പ് അല്ലെങ്കിൽ EFL കപ്പിൽ സ്ലോട്ട് ആ ഒരു ഇതിൽ നമ്മളെ പ്രസ് മീറ്റിൽ പറഞ്ഞതുപോലെ ഈ EFL കപ്പ് അക്കാദമി പ്ലെയേഴ്സിന് അല്ലെങ്കിൽ യങ് പ്ലെയേഴ്സിന് ഒരു ചാൻസ് കൊടുക്കുന്നതാണ് ലിവർപൂളിൻ്റെ ഒരു രീതി. അത് ശരിയാണ്. പക്ഷേ മുന്നേയുള്ള വർഷങ്ങളിലൊക്കെ ലിവർപൂൾ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 6 നമ്മളെ ഫസ്റ്റ് 11 പ്ലെയേഴ്സിനെ കളിപ്പിക്കാറുണ്ട്. പിന്നെ അക്കാദമി അല്ലെങ്കിൽ സബായിട്ടിരിക്കുന്ന പ്ലെയേഴ്സിനെ ബാക്കി 5-6 പേരെ കളിപ്പിക്കൽ. പക്ഷെ ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാവരും പുതിയ ആൾക്കാർ അല്ലെങ്കിൽ അക്കാദമിയിൽ നിന്ന് വരുന്നവർ, ആകെ ഗോമസും എൻഡോവും റോബർട്ട്സണും മക്കാലിസ്റ്ററും അവരൊന്നും ആക്ച്വലി ഇപ്പം ഫസ്റ്റ് 11 സ്റ്റാർട്ട് ചെയ്യാത്തവരാണ്. ആ ഒരു 11 കണ്ട സമയത്ത് തന്നെ എനിക്ക് തോന്നി എന്തായാലും ഈ മത്സരം എന്തായാലും തോൽവി ആയിരിക്കും. ആദ്യത്തെ ഒരു 10-30 ആ ഒരു ഫസ്റ്റ് ഗോൾ വീഴുന്നത് വരെ ലിവർപൂൾ നമ്മൾ ഇത്രയും ഒരു കഴിഞ്ഞ 7 മത്സരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ആദ്യത്തെ ഒരു 2 മിനിറ്റ്, 5 മിനിറ്റ്, 15 മിനിറ്റ്, 30 മിനിറ്റിനുള്ളിൽ ഗോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് 3-4 മത്സരത്തിൽ. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഒരു മത്സരത്തിൽ ആദ്യത്തെ ഒരു 40 മിനിറ്റ് വരെ ലിവർപൂൾ പിടിച്ചു നിന്ന് മോശമില്ലാത്ത രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് 3 സെൻറ്റർ ബാക്ക് ആ ഒരു രീതിയിൽ വന്നതുകൊണ്ട് ബാക്കിന് കുറച്ചും കൂടിയും ഒത്തിണക്കുണ്ടായിരുന്നു. മിസ്റ്റർ ഗോമസിൻ്റെ ഒരു പ്രശ്നം ഇതാണ്, എത്ര നന്നായിട്ട് കളിച്ചാലും പുള്ളിക്കാരൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ പിഴവ് വരുത്തും. അത് ടീമിന് വലിയ കോസ്റ്റ്ലി ആയിട്ട് മാറാറുണ്ട്. ഞാൻ ഈ ഒരു മത്സരത്തിലേക്ക് ഇങ്ങനെ ആഴത്തിൽ ചെന്ന് ആര് നല്ലത് കളിച്ചു, ആകെയുള്ള ഒരു പോസിറ്റീവ് പോയിന്റ് ഈ ഒരു മത്സരത്തിൽ എടുക്കാനുള്ളത് കാൽവിൻ റാംസിയാണ്. റൈറ്റ് ബാക്ക് കളിച്ച ചങ്ങായി മാത്രമാണ് ലിവർപൂളിൻ്റെ ഒരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ മത്സരത്തിൽ. അല്ലാതെ പ്രത്യേകിച്ച് വേറൊരു പോസിറ്റീവായിട്ട് നമുക്കൊന്ന്, പ്രത്യേകിച്ച് ഫ്രണ്ട് 3 കളിച്ച കിയേസാക്ക് അങ്ങനെ അധികം ബോള് എങ്കുമോ കൊടുത്തിട്ടേ ഇല്ല. ചങ്ങായി എന്താണോ കളിക്കുന്നത് നല്ല ചെറിയ പിള്ളേരോട് കളിക്കുന്ന പോലെ ഒരുപാട് പന്ത് ഡ്രിബിൾ ചെയ്യാൻ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പാലസിൻ്റെ ബാക്ക് അറിയുന്നത് നമ്മളെ മെയിൻ പ്ലെയേഴ്സ് കളിച്ചിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു അവരെ ആ ഒരു ബാക്ക് 3 ബ്രേക്ക് ചെയ്യാൻ വേണ്ടി. ചങ്ങായിയുടെ മനസ്സിൽ എന്താണെന്ന് ഉണ്ടായിരുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. ഫ്രണ്ട് 3ലേക്ക് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കളിയിലുടനീളം. 93-95 ടോട്ടൽ ആ 5ഉം 3-8 മിനിറ്റും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 98 മിനിറ്റും ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് മാത്രമാണ് ലിവർപൂളിൻ്റെ ഭാഗത്തുണ്ടായത്. ഞാൻ ബേസിക്കലി പറഞ്ഞ പോലെ ഫസ്റ്റ് 11 കണ്ട സമയത്ത് തന്നെ എനിക്ക് തോന്നിയായിരുന്നു ഇത് എന്തായാലും പൊട്ടും. എനിക്ക് ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എത്ര ഗോളിന് തോൽക്കുമായിരുന്നു. അതുകൊണ്ട് ഈ ഒരു മത്സരം ഇങ്ങനെ വലിച്ചു കീഴി ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് വെച്ചാൽ ഒരു രീതിയിൽ നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മത്സരത്തിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ഊർജ്ജം കിട്ടിയാണ് അടുത്ത ഒരു മത്സരത്തിൽ. പ്രീമിയർ ലീഗ് 2 പ്രീമിയർ ലീഗ് മത്സരവും 1 ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. ഭയങ്കര ടഫാണ്. അപ്പോൾ ആ മത്സരത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു വിജയം കിട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നേനെ. പക്ഷേ എന്താണ് നമ്മളെ സ്ലോട്ട് അണ്ണൻ്റെ മനസ്സിലുണ്ട്, ഇത് നമുക്ക് ആയിരിക്കും കാണികൾക്കൊന്നും പറയാൻ പറ്റില്ല. ലിവർപൂളിന് കാലിബർ ഉണ്ടോ തോൽപ്പിക്കാൻ? യെസ്, നമുക്ക് ഏത് ടീമിനെ തോൽപ്പിക്കാനുള്ള കാലിബർ ഉണ്ട്. പക്ഷേ ഈ ഒരു നമ്മൾ ഈ ഒരു ഫോമിൽ ഇനി വരുന്ന മത്സരത്തിൽ നമുക്ക് വിജയിക്കാനുള്ള ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. ഇനിയിപ്പം ആസ്റ്റൺ വില്ല നമ്മൾ ഏത് സമയത്ത് കളിക്കുമ്പോഴും നമുക്കെതിരെ നല്ല രീതിയിൽ കളിക്കുന്ന ടീമാണ് ആസ്റ്റൺ വില്ല. നമ്മളിപ്പോൾ നമ്മളെ വിൻ ചെയ്ത സീസൺ ആയാലും അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ ക്ലോപ്പിൻ്റെ അണ്ടറിൽ ഫ്ലൈ ചെയ്യുന്ന സീസണിലായാലും ആസ്റ്റൺ വില്ലയോടുള്ള മത്സരം ഓൾവേസ് ഡിഫിക്കൽട്ടാണ് ലിവർപൂൾ. അപ്പോൾ ഈ ഒരു സമയത്തിൽ ഇങ്ങനെ
ടഫായിട്ട് പോകുന്ന ഒരു സമയത്തിൽ ആസ്റ്റൺ വില്ലയോടുള്ള മത്സരം കുറച്ചും കൂടിയും ബുദ്ധിമുട്ടായിരിക്കും. അതുകൂടാതെ റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോയിൽ ബാഴ്സലോണയെ തോൽപ്പിച്ചിട്ട് വരുന്നതാണ്. ഭയങ്കര കോൺഫിഡൻസ് ആണ് ഇപ്പോൾ റയൽ മാഡ്രിഡിനുള്ളത്. അത് കഴിഞ്ഞ് മാഞ്ചസ്റ്റർ സിറ്റി, അവർ ആസ്റ്റൺ വില്ലയോട് തോറ്റിട്ടുണ്ട്, പക്ഷേ അവർ എന്നാലും നമ്മളെക്കാളും ബെറ്റർ ഒരു കോമ്പാക്റ്റ് നല്ലൊരു ഫോമിലാണ് ഉള്ളത്. നമ്മളെപ്പോലെ ഇങ്ങനെ ഭയങ്കര ഒരു ട്രാജിക് ലൈനിൽ പോകുന്നതല്ല. അപ്പം ഇനി വരുന്ന 3 ഭയങ്കര ടഫായിരിക്കും. മിക്കവാറും ഈ 3 മത്സരം തോറ്റിട്ടുണ്ടെങ്കിൽ 10 മത്സരത്തിൽ 9 തോൽവി. മിക്കവാറും സ്ലോട്ടാണ്ടൻ്റെ മുട്ടക്ക് കൊട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഫാബ്രിസിയോ റൊമാനോൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ ലിവർപൂളിൻ്റെ ഹൈറാർക്കിക്കൊക്കെ സ്ലോട്ടിൽ ഭയങ്കര വിശ്വാസമാണ്, ഇപ്പം സാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ സ്റ്റിൽ മേ ബി ആ ഒരു മീറ്റിങ്ങിലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, ഓക്കെ ഇനി കുറച്ചും കൂടി മത്സരത്തിൽ നല്ല റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇനിയില്ല മത്സരവും തോറ്റു കഴിഞ്ഞാൽ, ഇതീ ഒരു മത്സരം കർബാവോ കപ്പും തോറ്റു, ഇനിയില്ല 3 മത്സരവും തോറ്റാൽ മിക്കവാറും സ്ലോട്ടിന് കൊട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. നമുക്ക് കണ്ടറിയാം ഇനി എന്തായിരിക്കും. അപ്പം ഇനി ഞാനൊരു തിരുമ്പി വന്നിട്ട് എന്നിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി എപ്പം തിരുമ്പി വരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല, അല്ലെങ്കിൽ അറിയില്ല എപ്പം തിരുമ്പി വരുമെന്ന്. അപ്പോൾ അടുത്ത മത്സരത്തിൽ ആസ്റ്റൺ വില്ലയോടുള്ള മത്സരത്തിൽ ശേഷം നമുക്കൊരു വീഡിയോ കൂടി ചെയ്യാം. അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുന്നതാണ്. തോറ്റാലും ജയിച്ചാലും അതിൻ്റെ തോറ്റത് കൊണ്ട് ചെയ്യാത്തതൊന്നുമല്ല, ചെറിയ ഒരു സ്ഥലത്തില്ലാത്തതിൻ്റെ ഒരു കാരണം മാത്രം ആയതുകൊണ്ടാണ് ചെയ്യാതിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കളി കണ്ടവരാണെങ്കിൽ, ഏകദേശം എല്ലാവരും കളി കാണണമെന്നില്ല, ഇത് EFL ആയതുകൊണ്ട്. അപ്പോൾ കളി കണ്ടവരാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തീർച്ചയായും രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.